1,41,433 ചതുരശ്ര മീറ്റർ വിസ്തൃതി, 12 കിടപ്പുമുറികൾ, 480 ചതുരശ്രടി വലിപ്പമുള്ള കുളിമുറികൾ, 12 ലക്ഷം രൂപയുടെ ക്ലോസറ്റ്, കടലിനഭിമുഖമായി ഡൈനിങ് ഹാൾ, പടുകൂറ്റൻ മീറ്റിംഗ് ഹാൾ, 3 ലക്ഷം രൂപ വിലയുള്ള നിലവിളക്ക്. ഇത് ഏതെങ്കിലും പഞ്ചനക്ഷത്ര ബംഗ്ലാവിനെക്കുറിച്ചുള്ള വർണ്ണനകളല്ല. ഖജനാവിൽ നിന്ന് കോടികൾ എറിഞ്ഞു നിർമ്മിച്ച ഒരു സർക്കാർ നിർമ്മിത റിസോർട്ട്. അന്താരാഷ്ട്രീയത്തിൽ കോളിളക്കമായി മാറുകയാണ് റോഷിക്കൊണ്ടാക്കുന്നിൽ പണിത ഈ കൊട്ടാരം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ജയിലിലടച്ച ജഗൻമോഹൻ റെഡ്ഡിയെ പൂട്ടാൻ ചന്ദ്രബാബു നായിഡുവിന്റെ ആദ്യ സർജിക്കൽ സ്ട്രൈക്ക്. വിശാഖപട്ടണത്തെ കടൽ തീരത്തിനു സമീപം ഉയർന്നു നിന്നിരുന്ന റോഷിക്കൊണ്ടാക്കുന്ന്. അതിമനോഹരമായ ഈ പ്രദേശം ഇടിച്ചു നിരത്തിയാണ് ഈ അത്യാഡംബര സമുച്ചയം പണിതത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും താമസ സ്ഥലവുമായി ഉപയോഗിക്കാനായിരുന്നു ലക്ഷ്യം. പൊതുജനങ്ങൾക്കും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കും ജഗൻമോഹൻ സർക്കാർ പ്രവേശനം നിഷേധിച്ചിരുന്ന ഇടം. ഖജനാവിൽ നിന്ന് കോടികൾ ചിലവഴിച്ചിട്ടും സ്വകാര്യ സ്വത്തുപോലെ ജഗൻമോഹനും YSRCPയും കൈവശം വെച്ചിരുന്ന റിസോർട്ട്. ഭരണം മാറിയതോടെ കഥയും മാറി. TDP MLA ഗംഗാ ശ്രീനിവാസ റാവുവിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാവിലേക്ക് TDP പ്രവർത്തകർ ഇരച്ചെത്തുന്നു. കോടികൾ ഒഴുക്കി നിർമ്മിച്ച ബംഗ്ലാവിലെ മുക്കും മൂലയും മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക്. സർക്കാർ ഖജനാവിൽ നിന്ന് 500 കോടിയിലധികം മുടക്കി പണിത ബംഗ്ലാവിന്റെ ആഡംബരം കണ്ട് മൂക്കത്ത് വിരൽ വെക്കുകയാണ് ആന്ധ്രയിലെ ജനങ്ങൾ. 2021 അവസാനത്തിലാണ് ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള റോഷിക്കൊണ്ടാക്കുന്നിൽ റിസോർട്ട് നിർമ്മാണം ആരംഭിച്ചത്. വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 9.88 ഏക്കർ വരുന്ന കുന്ന് ഇടിച്ചു നിലം പരിശാക്കി പണി തുടങ്ങി. നിർമ്മാണ ഘട്ടം മുതൽ വിവാദങ്ങളും തുടങ്ങിയിരുന്നു. പാരിസ്ഥിതിക മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയെന്ന പരാതി പലതവണ കോടതി കയറി. നിർമ്മാണത്തിന് ആദ്യം വകയിരുത്തിയത് 91 കോടി രൂപ. കുന്നിടിക്കലും ഖനനവും കഴിയുമ്പോഴേക്ക് ഈ തുക തീർന്നു. പിന്നീട് വകയിരുത്തിയതാകട്ടെ 460 കോടിയും. നിർമ്മാണം അതിവേഗത്തിലുമായി. പ്രതിഷേധങ്ങളെയെല്ലാം അധികാരബലം ഉപയോഗിച്ച് നിലം പരിശാക്കി. പദ്ധതിയെക്കുറിച്ചുള്ള സകല വിവരങ്ങളും മൂടിവെച്ചു. നിർമ്മാണ സ്ഥലത്തേക്ക് പ്രതിപക്ഷ നേതാക്കൾ മുതൽ പൊതുജനങ്ങൾ വരെയുള്ളവരെ വിലക്കി. ഈ രഹസ്യാത്മകതയും വിവാദം ഇരട്ടിപ്പിച്ചു. കലിംഗ, ഗജപതി, വെങ്കി എന്നീ പേരുകളിട്ട് 3 ബ്ലോക്കുകളാക്കി തിരിച്ചായിരുന്നു നിർമ്മാണം. അകം മോടി പിടിപ്പിക്കാനും കോടികൾ വാരിയെറിഞ്ഞു. കലിംഗ ബ്ലോക്കിലെ 1-ാം നിലയിലെ കൂറ്റൻ ഹാളിലുണ്ടായിരുന്ന ഒരു നിലവിളക്കിൻ്റെ വില 3 ലക്ഷം വരും. ലക്ഷങ്ങൾ വിലയുള്ള ഹോം തിയേറ്റർ, കോടികൾ വിലയുള്ള മാർബിൾ വരെ. ഗജപതി, വെങ്കി ബ്ലോക്കുകളിലും ഒട്ടും കുറച്ചിട്ടില്ല ആഡംബരം. അകത്തെ ഡെക്കറേഷന് മാത്രം മുടക്കിയത് 33 കോടി രൂപ. സെൻട്രൽ AC സൗകര്യമുള്ള കുളിമുറികൾ, സ്പാ സൗകര്യം വേറെയും. കടലിനഭിമുഖമായി നിരവധി പേർക്കിരിക്കാവുന്ന ഡൈനിങ് ഹാൾ. ഇങ്ങനെ പോകുന്നു കോടികൾ ഒഴുക്കിയ സൗകര്യങ്ങൾ. ടൂറിസം മന്ത്രിയായിരുന്ന റോജയാണ് ഉദ്ഘാടനം നടത്തിയത്. തുടർഭരണം കിട്ടി വീണ്ടും അധികാരത്തിലേറുമ്പോൾ ഗൃഹപ്രവേശന മാമാങ്കം തന്നെ നടത്താനായിരുന്നു പ്ലാനെന്ന് അണിയറക്കഥയുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ TDPയുടെയും ജനസേന പാർട്ടിയുടെയും പ്രധാന ആരോപണമായിരുന്നു റോഷിക്കൊണ്ടാക്കുന്ന് ഇടിച്ചു നിരത്തിയുള്ള ഈ നിർമ്മാണം. കടൽ തീര കൊട്ടാരം ഇഷ്ടപ്പെടുന്ന YS ഭാരതി റെഡ്ഡിക്കുള്ള സമ്മാനമാണെന്ന് വരെ കഥകൾ പരന്നു. നിർമ്മാണ ചെലവടക്കം രഹസ്യമാക്കി വയ്ക്കുകയും YSRCP കടുപ്പമുള്ള കരാറുകാരനെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചതുമൊക്കെ പല ഘട്ടങ്ങളിൽ വിവാദം കത്തിച്ചു. സംസ്ഥാനം സാമ്പത്തികമായി നട്ടം തിരിയുമ്പോൾ ജഗൻമോഹൻ നടത്തുന്നത് ധൂർത്താണെന്ന ആരോപണം TDP പല ഘട്ടങ്ങളിൽ കടുപ്പിച്ചു. എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ച് നിർമ്മാണവുമായി ജഗൻമോഹൻ അതിവേഗം മുന്നോട്ടു പോയി. തുടർഭരണം ഉറപ്പായും കിട്ടുമെന്ന അമിത ആത്മവിശ്വാസവും ജഗന് ധൈര്യം നൽകി. അതേസമയം തന്നെ ജയിലിലടച്ച ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ചന്ദ്രബാബു നായിഡു അന്നേ കരുതി വെച്ച ആയുധമായിരുന്നു ഈ ആഡംബര റിസോർട്ട് നിർമ്മാണം. ഭരണത്തിലേറി ആദ്യ നാളിൽ തന്നെ ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയും ചെയ്തു. റോഷിക്കൊണ്ട ഹിൽ പാലസ് ജഗൻ നടത്തിയ അഴിമതികളിലെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും വരും നാളുകളിൽ ഒന്നൊന്നായി പുറം ലോകം അറിയുമെന്നുമാണ് IT മന്ത്രിയും ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനുമായ
നാരാ ലോകേഷിന്റെ പ്രതികരണം. ഈ വാക്കുകളിലുണ്ട് പ്രതികാരത്തിന്റെ ചൂട്. അതിനിടെ ജഗൻമോഹൻ റെഡ്ഡിക്ക് പ്രതിരോധം തീർത്ത YSRCP പാർട്ടി നേതാക്കൾ രംഗത്തുണ്ട്. About that Rishikonda constructions, we constructed in true spirit of better buildings to rule from Vizag, and that buildings should be used for any government purpose, but that buildings are belonging to government of AP, not the buildings are not for Jagan Mohan Reddy or YSRCP. രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ സംസ്ഥാനത്തെത്തുമ്പോൾ അവർക്ക് വിശ്രമിക്കാനാണ് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയത് എന്നാണ് വിശദീകരണം. എന്നാൽ റിസോർട്ടിനുള്ളിലെ ദൃശ്യങ്ങൾ പുറം ലോകത്തെത്തിയതോടെ വിമർശനം കത്തിക്കയറുകയാണ്. ജഗൻമോഹൻ സർക്കാർ പാവപ്പെട്ടവർക്ക് നൽകിയ വീടുകളെക്കാൾ വലുതാണ് റിസോർട്ടിലെ കുളിമുറികൾ എന്നതടക്കമുള്ള ആരോപണങ്ങളെ നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. സംസ്ഥാനത്ത് ഭരണവും കേന്ദ്രഭരണത്തിൽ നിർണായക സ്വാധീനവുമുള്ള ചന്ദ്രബാബു നായിഡു പഴയ കണക്ക് തീർക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ അതിനെ നേരിടുക ഇനി ജഗൻമോഹൻ റെഡ്ഡിക്ക് അത്ര എളുപ്പമായിരിക്കില്ല.